നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃപ്രയാറിലെ പുതിയ പാലത്തിന്റെ നിർമ്മാണ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുമെന്ന് MLA ഗീതാ ഗോപി അറിയിച്ചു. തൃശൂർ കുന്നംകുളത്ത് ഇലക്ട്രിക് ഓട്ടോറിക്ഷയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ വാഹനം മുന്നോട്ട് നീങ്ങി കിണറ്റിലേക്ക് മറിഞ്ഞ് 4 വയസ്സുകാരിക്ക് പരിക്ക്. കഴിഞ്ഞ ദിവസം വാടാനപ്പള്ളി തൃത്തല്ലൂരിൽ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. തളികുളം ഗ്രാമപഞ്ചായത്ത് സ്നേഹസ്വാന്തനം ബഡ്സ് സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. തൃപ്രയാറിലെ പുതിയ പാലത്തിന്റെ നിർമ്മാണ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുമെന്ന് MLA ഗീതാ ഗോപി അറിയിച്ചു. നാട്ടിക മണ്ഡലത്തിലെ പ്രശസ്തമായ തൃപ്പയാർ അമ്പലത്തിന് സമീപമുള്ള പാലത്തിന്റെ കാലപ്പഴക്കം കണക്കിലെടുത്ത് ഇവിടെ പുതിയ പാലം നിർമ്മിക്കുന്നതിനുള്ള നടപടി സമയബന്ധിതമായി ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടിക MLA ഗീതാ ഗോപി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീറിന് കത്ത് നൽകി. പുതിയ പാലം നിർമ്മിക്കുന്നതിനായി DPR തയ്യാറാക്കി ഏകദേശം 5 വർഷങ്ങൾക്ക് മുൻപ് തന്നെ 30 കോടി രൂപയുടെ ഭരണാനുമതിയും 29.48 കോടി രൂപയുടെ സാങ്കേതിക അനുമതിയും ലഭ്യമാക്കിയിരുന്നു. തുടർന്ന് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കാസർഗോഡ് ആസ്ഥാനമായിട്ടുള്ള ARS ജാസ്മിൻ എന്ന കമ്പനിയാണ് നിർമ്മാണ കരാർ നിലവിൽ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ പ്രവൃത്തിയുടെ എഗ്രിമെന്റ് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി പാലത്തിന്റെ നിർമ്മാണം സമയബന്ധിതമായി ആരംഭിക്കുന്നതിനും ആവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും MLA കത്തിലൂടെ ആവശ്യപ്പെട്ടു. തൃശൂർ കുന്നംകുളത്ത് ഇലക്ട്രിക് ഓട്ടോറിക്ഷയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ വാഹനം മുന്നോട്ട് നീങ്ങി കിണറ്റിലേക്ക് മറിഞ്ഞ് 4 വയസ്സുകാരിക്ക് പരിക്ക്. വീട്ടുമുറ്റത്ത് കിടന്നിരുന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷയിൽ കളിച്ചുകൊണ്ടിരിക്കെ 4 വയസ്സുകാരിയുടെ കയ്യിൽ നിന്ന് വണ്ടി അബദ്ധത്തിൽ സ്റ്റാർട്ടാവുകയും വണ്ടിയും കുഞ്ഞും ആഴമുള്ള കിണറ്റിലേക്ക് വീഴുകയും ചെയ്തു. മരത്തങ്കോട് ഇന്ന് ഉച്ച കഴിഞ്ഞായിരുന്നു സംഭവം. ഓട്ടോറിക്ഷയ്ക്കൊപ്പം വീട്ടുകിണറ്റിൽ വീണ 4 വയസ്സുകാരി എൽസ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടം ഉണ്ടായ ഉടനെ തൊട്ടടുത്ത പറമ്പിലുണ്ടായിരുന്ന മലമുറി തൊഴിലാളികൾ കയറുമായി വേഗം കിണറ്റിലേക്ക് ഇറങ്ങുകയും കുട്ടിയെ പുറത്തെടുക്കുകയും ചെയ്തു. കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാര്യമായ പരിക്കില്ല. കഴിഞ്ഞ ദിവസം വാടാനപ്പള്ളി തൃത്തല്ലൂരിൽ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി തൃത്തല്ലൂർ കമലാ നെഹ്റു സ്കൂളിന് സമീപം കാൽനടയാത്രക്കാരനെ ഇടിച്ച് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന സ്കൂട്ടർ ഓടിച്ചിരുന്ന യുവാവ് തളിക്കുളം കച്ചേരിപ്പടി സ്വദേശി വലിയകത്ത് വീട്ടിൽ ഗാദർ മകൻ 25 വയസ്സുള്ള മുഹമ്മദ് യൂനസ് ആണ് ബുധനാഴ്ച ഉച്ചയോടെ മരണപ്പെട്ടത്. അപകടത്തിൽ കാൽനടയാത്രക്കാരനായ വാടാനപ്പള്ളി ശാന്തി റോഡിൽ താമസിക്കുന്ന വടക്കൻ വീട്ടിൽ സുനിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ 27-ന് വെള്ളിയാഴ്ച രാത്രി 11:00-ഓടെയാണ് അപകടം. തളികുളം ഗ്രാമപഞ്ചായത്ത് സ്നേഹസ്വാന്തനം ബഡ്സ് സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീബ അജയകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിലാഗിരി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സജിത മുഖ്യാതിഥിയായി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഹ്മത്തുള്ള, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൗക്കത്ത് അലി, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി മനോജ് കുമാർ, ICDS സൂപ്പർവൈസർ സിന്ധു എന്നിവർ പ്രവേശനോത്സവത്തിന് ആശംസകൾ അറിയിച്ചു. 12ാം വാർഡ് മെമ്പർ റഷീദ സാന്നിധ്യം സ്വാഗതം പറഞ്ഞ ചടങ്ങിന് കുടുംബശ്രീ ചെയർപേഴ്സൺ അനി പ്രസാദ് നന്ദി അറിയിച്ചു. CDS മെമ്പർമാർ, ബ്ലോക്ക് കോർഡിനേറ്റർമാർ, അക്കൗണ്ടന്റ് ദിവ്യ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ബഡ്സ് സ്കൂൾ അധ്യാപകരായ റിയ ചീരൻ, ശ്രീദേവി എന്നിവർ സ്കൂളിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിച്ചു. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾക്കും കുടയും ബാഗും സ്പോൺസർഷിപ്പ് മുഖേന വിതരണം ചെയ്തു. കുട്ടികളുടെയും CDSന്റെയും നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ പേരൻസിന് കൗൺസിലിംഗ് ക്ലാസ് നൽകി. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ, അവരുടെ ചിന്തകളും പഠന രീതി എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ അവരുടെ കഴിവുകൾ കണ്ടുപിടിച്ച് അവരെ ചേർത്ത് നിർത്തി അവരെ ഒപ്പം കൊണ്ടുവന്ന് സമൂഹത്തിന് മുന്നിൽ ഒപ്പം എത്തിക്കുക എന്നുള്ള അതിനുവേണ്ടിയുള്ള ഒരു സ്നേഹ കൂട്ടുകൂടിയാണ് ഈ ബഡ്സ് സ്കൂള്. അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുകയാണ്. മതിലകത്തെ കുട്ടികൾക്കും മറ്റും വിൽക്കാൻ സൂക്ഷിച്ച MDMA യുമായി യുവാവ് പിടിയിൽ.
സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച മാരക ലഹരി മരുന്നായ MDMAയുമായി കുപ്രസിദ്ധ കുറ്റവാളി തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിലായി. ലഹരിമരുന്ന് കേസുകളടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെരിഞ്ഞനം സ്വദേശി അടിപ്പറമ്പിൽ വീട്ടിൽ ആകാശാണ് അറസ്റ്റിലായത്. ദേശീയപാത 66 പെരിഞ്ഞനത്തെ ലോറികൾ കൂട്ടിയിടിച്ച് അപകടം, ഡ്രൈവർമാർക്ക് പരിക്ക്. പുലർച്ചെ 1:30 പെരിഞ്ഞനം യമുന ഹാളിന് മുന്നിൽ വെച്ചായിരുന്നു അപകടം. NH നിർമ്മാണ കമ്പനിയുടെ കോൺക്രീറ്റ് മിശ്രിതം കൊണ്ടുപോകുന്ന ലോറിയും കായ കയറ്റി പോയിരുന്ന ചരക്ക് ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. ഇരു ലോറികളിലെയും ഡ്രൈവർമാരായ ഉത്തർപ്രദേശ് സ്വദേശി രഞ്ജിത് സിംഗ്, തമിഴ്നാട് സ്വദേശി രാജ്കുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പെരിഞ്ഞനത്തെ ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരള പ്രവാസി സംഘം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി മെമ്പർഷിപ്പ് വിതരണം നടത്തി. മതിലകം സുഭാഷ് ക്ലബ്ബ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ദീർഘകാലം പ്രവാസിയായിരുന്ന ശാന്തിപുരം സ്വദേശി റഫീഖ് കാട്ടകത്തിന് നൽകിക്കൊണ്ട് CPM കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി നിർവഹിച്ചു. കേരള പ്രവാസി സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം സുലൈഖ ജമാൽ, ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ, വനിതാ വേദി ജില്ലാ കമ്മിറ്റി അംഗം KK ഉമ, ഏരിയ പ്രസിഡന്റ് KC ഗിരീഷ്, ഏരിയ സെക്രട്ടറി മുഹമ്മദ് അബ്ദുൽ ഖാദർ, ഏരിയ ട്രഷറർ മുഹമ്മദ് റാഫി തുടങ്ങിയവർ സംസാരിച്ചു. ജാമിയ ബുസ്താനുൽ ഉലൂമിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബുസ്താൻ പ്രസിഡന്റ് PK മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ജാമിയ ബുസ്താനുൽ ഉലൂം ഡയറക്ടർ അഹമ്മദ് അനസ് മൗലവി മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കറിയ, പഞ്ചായത്ത് അംഗങ്ങളായ ലുബ്ന ജിനു, ഉമറുൽ ഫാറൂഖ്, KA കബീർ ബുസ്താനി, EK ഇബ്രാഹിം, കുട്ടി മൗലവി, ജാമിയ ബുസ്താനുൽ ഉലൂം മാഹിറുൽ ഖുർആൻ അക്കാദമി മുഖ്യാധികാരി അബ്ദുൽ ഖാദർ, കോർഡിനേറ്റർ അബ്ദുൽ ബാരി ബുസ്താനി, നെസ്റ്റ് HOD സാലിഷ് വാടാനപ്പള്ളി, PS ഗഫൂർ, ഡോക്ടർ അംജദ് അമീൻ സോലഹി, നെസ്റ്റ് ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പൽ റുബീന, കരുണാഭവൻ സ്പെഷ്യൽ സ്കൂൾ അഡ്മിനിസ്റ്റർ കാക്കശ്ശേരി മഹിറുൽ ഗുൻ, കരുണാഭവൻ സ്പെഷ്യൽ സ്കൂൾ ഹെഡ് മിനി കാക്കശ്ശേരി, മഹിറുൽ ഖുർആൻ ഹെഡ് താഹ തമീം, VBLP സ്കൂൾ പ്രധാനാധ്യാപിക ഷീന, ബുസ്താനുൽ ഉലൂം മദ്രസ സുദ്ദർ PK ശംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി ബുസ്താൻ ക്യാമ്പസിലെ കരുണാഭവൻ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സ്റ്റാഫും ചേർന്ന് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ജാമിയ ബുസ്താനുൽ ഉലൂം ക്യാമ്പസിലെ അറബിക് കോളേജിൽ ഈ വർഷം ആരംഭിക്കുന്ന BA ഇംഗ്ലീഷ് കോഴ്സ്, അഫ്സലുൽ ഉലമ പ്രിലിമിനറി, BA അറബിക്, BA ഇംഗ്ലീഷ്, PG കോഴ്സുകളിലേക്കും +1 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് തുടങ്ങിയ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. മഹാത്മജി കൾച്ചറൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ +2 പരീക്ഷയിൽ ഫുൾ A+ നേടി വിജയികളായവരെ അനുമോദിച്ചു. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 1295 മാർക്ക് നേടി സ്കൂൾ ടോപ്പറായി വിജയിച്ച ആയിഷ നൌഷാദിനെ മഹാത്മാജി കൾച്ചറൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വസതിയിലെത്തി അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മിജി ലോനപ്പനും സിദ്ധാർത്ഥൻ കളത്തിലും ചേർന്ന് മൊമ്മന്റെയും ഷാളും അണിയിച്ച് അനുമോദിച്ചു. പ്രസിഡന്റ് VK മോഹനൻ അധ്യക്ഷത വഹിച്ചു. ഷൈൻ പള്ളിപ്പറമ്പിൽ, EI ആന്റോ, PA നൌഷാദ്, മനോഹരൻ, TR രാജീവ്, EV ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി. എടക്കഴിയൂരിൽ ഗ്യാസ് അടുപ്പിന് തീപിടിച്ച് വീട്ടുപകരണങ്ങൾ കത്തിനശിച്ചു. രാമനത്ത് നൌഫലിന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന നാലകത്ത് അനീഷിന്റെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. അനീഷ് ഗ്യാസ് ഓൺ ചെയ്തതോടെ തീ ആളിപ്പടരുകയായിരുന്നു. അനീഷ് ഓടി രക്ഷപ്പെട്ടതിനാൽ അപകടം ഒഴിവായി. ഗുരുവായൂരിൽ നിന്ന് അഗ്നിശമന സേനയെത്തിയാണ് തീയണച്ചത്. വീട്ടിലെ ഫ്രിഡ്ജ്, ജ്യൂസ് മെഷീൻ തുടങ്ങിയവ കത്തിനശിച്ചു. തൃശൂർ അമല ആശുപത്രിയിലെ ലേഡീസ് ഹോസ്റ്റലിൽ നിന്ന് ഡോക്ടറുടെ പണവും മറ്റും കവർന്ന കേസിൽ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശ് സ്വദേശി ദീപ്തിയെയാണ് പേരാമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ
ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NES തൃപ്രയാർ. ഫോൺ 9745782120 048724022020. വാർത്താ നേരം തുടരുന്നു. കുന്നംകുളം അടുപ്പുട്ടിക്കുന്നിലുള്ള പറമ്പിൽ നിന്ന് 50 ലിറ്റർ വാഷ് പിടികൂടി. പ്രദേശത്തെ വ്യാജ മദ്യ നിർമ്മാണം നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വാഷ് കണ്ടെത്തിയത്. പ്രദേശത്തെ വ്യാജ മദ്യ നിർമ്മാണം നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വാഷ് കണ്ടെത്തിയത്. പിടിച്ചെടുത്ത വാഷ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ നശിപ്പിച്ചു. കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സനീഷ് കുമാർ, സബ് ഇൻസ്പെക്ടർ ജിതിൻ ബാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. ചാലക്കുടിയിൽ നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ കാറിടിച്ച് കാർ യാത്രികനായ യുവാവ് മരിച്ചു. പാലക്കാട് സ്വദേശിയായ 40 വയസ്സുള്ള വിജീഷാണ് മരിച്ചത്. പുലർച്ചെയായിരുന്നു അപകടം. എറണാകുളത്ത് നിന്നും വന്നിരുന്ന കാറാണ് ചിറങ്ങര ഫ്ലൈ ഓവറിനു സമീപം നിർത്തിയിട്ടിരുന്ന ലോറിയിലിടിച്ച് അപകടമുണ്ടായത്. കാറിലുണ്ടായിരുന്ന മലപ്പുറം സ്വദേശിയായ അതുൽ എന്ന യുവാവിനും പരിക്കുണ്ട്. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ശക്തമായ മഴയിൽ തോട്ടുപാലത്ത് വീട്ടുമുറ്റത്ത് കിണർ ഇടിഞ്ഞു താഴ്ന്നു. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനങ്ങളും ഗ്യാസ് സിലിണ്ടറും മോട്ടോറും കിണറ്റിലേക്ക് വീണു. കാഞ്ഞിരക്കോട് തൂത്തുപാലം സിത്താര ഹൗസിൽ സെയ്തുവിന്റെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. കിണറിടിഞ്ഞതോടെ വീടിനും തകർച്ച ഭീഷണിയുണ്ട്. സമീപത്തെ വടക്കൻ വീട്ടിൽ ഷീലയുടെ വീട്ടുമതിലും കനത്ത മഴയിൽ ഇടിഞ്ഞു താഴ്ന്നിരുന്നു. ഗുരുവായൂരിൽ ശക്തമായ മഴയിൽ റോഡരികിലെ മരം കടപുഴകി വീണു. അങ്ങാടിത്താഴം ഭഗവസ്ഥാൻ റോഡിലെ വലിയ ചീനിമരമാണ് കടപുഴകിയത്. സ്വകാര്യ വ്യക്തിയുടെ ആളൊഴിഞ്ഞ പറമ്പിലേക്കാണ് മരം വീണത്. റോഡിന്റെ ഒരു വശം തകർന്നു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ സ്ലാബ് മതിലും ഭാഗികമായി തകർന്നു. ഈ മരത്തോട് ചേർന്ന് നിന്നിരുന്ന വൈദ്യുതി പോസ്റ്റ് വാർഡ് കൗൺസിലർ നൌഷാദ് അഹമ്മദിന്റെ നേതൃത്വത്തിൽ 1 മാസം മുമ്പ് മാറ്റി സ്ഥാപിച്ചിരുന്നതിനാൽ കൂടുതൽ അപകടങ്ങൾക്ക് ഇടയാക്കിയില്ല. കനത്ത മഴയിൽ ദേശീയപാത മണത്തലയിൽ വീണ്ടും അപകടക്കുഴി രൂപപ്പെട്ടു. ദേശീയപാത സർവീസ് റോഡ് മണത്തല പള്ളിക്ക് വടക്കുഭാഗത്താണ് ഇരുചക്ര വാഹന യാത്രികർക്ക് ഭീഷണിയാകുന്ന അപകടക്കുഴി രൂപപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ദേശീയപാത അധികൃതർ കുഴി മണ്ണിട്ട് നികത്തിയെങ്കിലും മഴ കനത്തതോടെ വീണ്ടും വലിയ ഗർത്തമായി മാറി. വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കുഴി കാണാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. കണ്ടെയ്നർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പോകുന്നതിനാൽ താൽക്കാലികമായി കുഴി മണ്ണിട്ട് നികത്തിയതിനാൽ വീണ്ടും കുഴി രൂപപ്പെടുന്ന സ്ഥിതിയാണുള്ളത്. ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചാലക്കുടിയിൽ വയോധികയെ ഒളിഞ്ഞിരുന്ന് ആക്രമിച്ച് ബോധം കെടുത്തിയ ശേഷം സ്വർണം കവർന്ന കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. തലശ്ശേരി സ്വദേശി റോഷനാണ് അറസ്റ്റിലായത്. കണ്ണൂരിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ഓൺലൈൻ ലോൺ അക്വയറൽ ഓഫീസറായി ജോലി ചെയ്യുന്ന ഇയാൾ ആർഭാട ജീവിതം നയിക്കാനാണ് കൊള്ള നടത്തിയത്. കഴിഞ്ഞ 3 വർഷമായി പോട്ട വാഴക്കുന്നിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു പ്രതി. കഴിഞ്ഞ മെയ് 30 പുലർച്ചെയാണ് വാഴക്കുന്ന് സ്വദേശിയായ വയോധിക വീട്ടിൽ നിന്നും പോട്ട ലിറ്റിൽ ഫ്ലവർ പള്ളിയിലേക്ക് നടന്നു പോകുന്നതിനിടെ ആക്രമിച്ച് സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. ചാലക്കുടി ഡിവൈഎസ്പി KP ബെന്നി, ഇൻസ്പെക്ടർ K ശശികുമാർ, ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ സതീശൻ മടപ്പാട്ടിൽ, T മൂസ, AU റഹീം, NJ ബിനു തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കുന്നംകുളം കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ചൂണ്ടൽ സിഗ്നലിന് സമീപം KSRTC ബസ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി. ബുധനാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തു നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സായിരുന്നു അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട ബസ് ഡിവൈഡറിലൂടെയും ട്രാഫിക് സിഗ്നലുകളും ഇടിച്ചു തെറിപ്പിച്ച ശേഷമാണ് നിന്നത്. അളഗപ്പ നഗറിൽ സ്കൂട്ടർ വൈദ്യുതി തൂണിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. വരന്തരപ്പള്ളി വേലുപ്പാടം കിണർ സ്വദേശി കരിയപ്പൻ വീട്ടിൽ വേലായുധന്റെ മകൻ 26 വയസ്സുള്ള അഭിജിത്താണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു മരണം. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പട്ടാമ്പി റോഡിൽ വൺ വേക്ക് സമീപം സ്വകാര്യ ബസും കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം. കുന്നംകുളം ഭാഗത്തു നിന്ന് പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിൽ എതിർദിശയിൽ നിന്ന് മറ്റൊരു വാഹനത്തെ മറികടന്നെത്തിയ സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെ ഉടൻ തന്നെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ സിറ്റി പോലീസ് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ കത്തിച്ച് നശിപ്പിച്ചു. 58 കിലോ കഞ്ചാവ്, 134 ഗ്രാം മെത്താഫിറ്റണിൽ, 3.90 ഗ്രാം ഹാഷിഷ് ഓയിൽ എന്നിവയാണ് ചിറ്റിശ്ശേരിയിലെ മഹാദേവ ഓട്ടു കമ്പനിയിലെ ചൂളയിലിട്ട് കത്തിച്ചത്. സിറ്റി പോലീസ് കമ്മീഷണർ
നകുൽ രാജേന്ദ്ര ദേശ്മുഖ് നേതൃത്വം നൽകി. കോടതി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് ലഹരി വസ്തുക്കൾ പോലീസ് കത്തിച്ച് നശിപ്പിച്ചത്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനാണ് ഉയർന്ന ചൂളയിലിട്ട് കത്തിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരിക്കെതിരായ ബോധവൽക്കരണം ജനങ്ങളിലേക്ക് കൂടി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ ലഹരി വസ്തുക്കൾ കത്തിച്ചതെന്ന് പോലീസ് കമ്മീഷണർ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃപ്രയാറിലെ പുതിയ പാലത്തിന്റെ നിർമ്മാണ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുമെന്ന് MLA ഗീതാ ഗോപി അറിയിച്ചു. തൃശൂർ കുന്നംകുളത്ത് ഇലക്ട്രിക് ഓട്ടോറിക്ഷയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ വാഹനം മുന്നോട്ട് നീങ്ങി കിണറ്റിലേക്ക് മറിഞ്ഞ് 4 വയസ്സുകാരിക്ക് പരിക്ക്. കഴിഞ്ഞ ദിവസം വാടാനപ്പള്ളി തൃത്തല്ലൂരിൽ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. തളികുളം ഗ്രാമപഞ്ചായത്ത് സ്നേഹസ്വാന്തനം ബഡ്സ് സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.